നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് മേക്ക് ബജ്ജി. ഓക്കെ, ഞാൻ യു എ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. യു എയിൽ നിൽക്കണ എല്ലാവരും പറയാം ഭയങ്കര ടഫ് ഷെഡ്യൂളായതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, കുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ബജ്ജി ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് കുക്ക് ബജ്ജി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബജ്ജി കട്ട് ചെയ്യണം. അതിന് നോർമൽ കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. വേറെ ഒന്നും യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ കത്തി യൂസ് ചെയ്ത് നമ്മൾ ബജ്ജി കട്ട് ചെയ്യാം. ഓക്കെ, ലൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ ഫ്ലാഷ് ഓണാക്കി വെച്ചേക്കാണ്. ബിക്കോസ് ലൈറ്റ് ഭയങ്കര. ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി സെറ്റാക്കാം. ഇനി നമുക്കിതിന് ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. അയ്യോ, ദിസ് ഇസ് നോട്ട് കടലമാവ് ഗൈസ്, മൈദയാണല്ലോ. അല്ല, അത് അൽമദീനാന്ന് എഴുതിയിരിക്കുന്നതാണ്. സോറി, എനിക്ക് മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് കടലമാവും എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ്, സോൾട്ട്, പിന്നെ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ ആൻഡ് പിന്നെന്താ വേണ്ട, കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. അപ്പം നമുക്കൊരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ബാറ്റർ സെറ്റ് ചെയ്യാം. ബാറ്റർ ബൗളില്ല, ഇത് ചായപാത്രം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ബാറ്റർ. ക്യാൻ യു സീ? നമുക്ക് ബാറ്റർ സെറ്റ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് ഡു ദ ബാറ്റർ. ഫസ്റ്റ് ഐ എം സോ ലേസി ടു കുക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ കുക്കിങ്ങൊന്നും അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല. കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യുക. കടലമാവ് ആണെങ്കിൽ ഇടുന്നില്ല. പണി പാളി. രാത്രി വേറൊരു പണിയില്ലാത്ത നമുക്ക് കടലമാവ് സെറ്റ് ചെയ്യാം. നിങ്ങളിതൊന്നും കണ്ട് ഇമിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾ യൂട്യൂബിൽ നല്ല വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണം ബജ്ജി ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടാൻ. എൻ്റെ ബജ്ജിയൊന്നും കണ്ട് ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രയൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ചില്ലി പൗഡർ കുറച്ച് എരിവൊക്കെ വരാൻ, കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ്, പിന്നെ എന്താ കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ വേണ്ട അപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കാം ഫസ്റ്റ്.
എന്നിട്ട് ഞാൻ ബാറ്റർ സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ. ഇനി കുറച്ച് ഇഞ്ചി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പോൾ അത് മൈ ഗോഡ്, ഇത് ഭയങ്കര വെല്ലുവിളിയാണ് എനിക്ക്. ഇതിപ്പോഴും തുറക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഞാനിതൊരു അങ്കിളിൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ അങ്കിൾ ഇഞ്ചി ഗാർലിക് ചെയ്തിരുന്നു, സോ ഞാൻ ഇഞ്ചി ഗാർലിക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടറിലാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത ബാറ്ററിൻ്റെ അവസ്ഥ ഈ വാട്ടറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വാട്ടർ ഒഴിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കുക. ഇത് ഞാൻ ബാറ്റർ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമാണ്, ബാറ്റർ കാണാൻ പറ്റില്ല. സോ ഞാൻ ബാക്ക് ക്യാമിൽ ബാറ്റർ കാണിച്ചു തരാം. നല്ല ടെസ്റ്ററായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തോട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് മുക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെയല്ല പഠിക്കുക. ഫസ്റ്റ് വൺ ഇട്ടു, സെക്കൻഡ് വൺ ചെയ്യാൻ പോവാണ്. എൻ്റെ കിച്ചൺ കണ്ടിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. കാര്യം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുക. സോ അത് കണ്ടിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. വിചാരിച്ച പോലെ മാവ് ഈ വീഡിയോസിലൊന്നും കാണുന്ന പോലെ അങ്ങോട്ട് വന്നില്ല. സോറി. ഒരെണ്ണം കൂടെ ഇടാൻ പറ്റും. മാവ് കഴിഞ്ഞു, ബാറ്റർ ഫിനിഷായി. നല്ല കുക്കായിട്ടുണ്ട് ബജ്ജി. വിചാരിച്ചതിനൊക്കെ കുഴപ്പമില്ലാത്ത രീതി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊരു ഫീൽ ഉണ്ടാവും, പക്ഷെ കരിഞ്ഞതല്ല കേട്ടോ ഗൈസ്. അത് കരിഞ്ഞത് സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ചൂട് ചെറുതായിട്ട് ഇവിടെ ഒരു കരിഞ്ഞു പോയി, പക്ഷെ കൊള്ളാം. ബൈ ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്ന് വിചാരിക്കുന്നു. ബൈ.